അപ്പോൾ ഇവിടെ വരുമ്പോഴും അങ്ങനെ റേഷൻ കാർഡ് കൊണ്ടുവരണം. സബ്സിഡി സാധനങ്ങൾക്ക് റേഷൻ കാർഡ് ഇപ്പോഴും നിർബന്ധമാണ്. അപ്പോൾ സബ്സിഡി അല്ലാത്തത് സാധാരണ ആവശ്യം പോലെ എടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി കുറവായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ സബ്സിഡി ഉണ്ട്, കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ് എല്ലാം വരുന്നത്. നമ്മളിവിടെ 10-30 വർഷമായിട്ട് എല്ലാ വർഷവും അമ്മയുടെ ചെറിയ കാലം മുതൽ വരെയാണ്. ഇപ്പം അടുത്ത തലമുറയായിട്ട് ഞാൻ പറഞ്ഞു, ഇനി അടുത്ത എൻ്റെ മോള് കണ്ടിട്ട് മോളും വരും. മലയാളികൾക്ക് ഓണം ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആഘോഷമാണ്. അതുകൊണ്ട് തന്നെയാണ് സപ്ലൈകോ മലയാളികൾക്കായി ഒരുക്കുന്ന ഒരു ഓണം ട്രേഡ് ഫെസ്റ്റാണ് ഇവിടെ ഇപ്പോൾ പുത്തിരിക്കണ്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 25 ഇതിനൊരു സമാപനം ഉണ്ടാകുമെന്നാണ് സപ്ലൈകോ പറഞ്ഞത്. 1974 സപ്ലൈകോ ആരംഭം കുറിക്കുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം മലയാളികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ മലയാളികൾക്ക് കുറഞ്ഞ വിലയിൽ, അതായത് പൊതുവിപണിയിൽ നിന്നും കുറഞ്ഞ വിലയിൽ ഭക്ഷ്യസാധനങ്ങൾ ലഭ്യമാക്കുക, അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇപ്പോൾ സപ്ലൈകോ ഇപ്പോൾ 3 തരം ആയിട്ടാണ് അവരിപ്പോൾ ഈ ഓണത്തിനെ അവർ തിരിച്ചിട്ടുള്ളത്. അതായത് ഒന്ന് അത്തം കിറ്റ് എന്നും, അതോടൊപ്പം തന്നെ ഉത്രാടം കിറ്റ്, അതോടൊപ്പം തന്നെ തിരുവോണം കിറ്റ് എന്നിങ്ങനെയാണ് അവർ തിരിക്കുന്നത്. ഇതിൽ അത്തം കിറ്റിലേക്ക് 1000 രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ജയ അല്ലെങ്കിൽ മട്ട അല്ലെങ്കിൽ കുറുവാരി 3 കിലോ വീതം, ശബരിയുടെ വെളിച്ചെണ്ണ, പഞ്ചസാര, തൂവരപ്പരിപ്പ്, ചെറുപയർ, കടുക്, ഉലുവ, ജീരകം, മഞ്ഞൾപ്പൊടി, പുട്ടുപൊടി, മിൽമ നെയ്, പായസ മിക്സ്, സാമ്പാർ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ശബരി ടീ ഗോൾഡ്, ശർക്കര പൊടി, ഉപ്പ്, കടുമാങ്ങ അച്ചാർ, കടല, പപ്പടം, അങ്ങനെയായിട്ട് ആണ് 1000 രൂപയുടെ അത്തം കിറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഇനി ഉത്രാടം കിറ്റിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ 1500 രൂപയുടെ ഒരു ഉത്രാടം കിറ്റാണ് സപ്ലൈകോ മലയാളികൾക്കായി കരുതി വെച്ചിട്ടുള്ളത്. അതിലും ഇതേപോലെ തന്നെ, അത് നേരത്തെ പറഞ്ഞതുപോലെ 2000 രൂപ കിറ്റിലേക്ക് വരുന്ന സാധനങ്ങളായിരിക്കും. പക്ഷേ അതിൻ്റെ ഗ്രാമിൽ ഒരു വ്യത്യാസം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കൂടാതെ അടുത്തതായിട്ട് അത്തം കിറ്റ്, അതിൽ വരുമ്പോൾ 1000 രൂപയാണ്. അതായത് 2000, 1500, ഇപ്പോൾ 1000 രൂപയുടെ കിറ്റ്. അതായത് അത്തം, ഉത്രാടം, തിരുവോണം ആ രീതിയിലേക്കാണ് സപ്ലൈകോ തരം തിരിച്ചിട്ടുള്ളത്. അതിലും ഇതുപോലെ ജയ അരി, മട്ട അരി, കുറുവരി 3 കിലോ, ശബരി വെളിച്ചെണ്ണയുടെ 1 ലിറ്റർ, അങ്ങനെ പഞ്ചസാര, തൂവരപ്പരിപ്പ്, ചെറുപയർ, കടുക്, ഉലുവ, ജീരകം, മഞ്ഞൾപ്പൊടി, പുട്ടുപൊടി, മിൽമ നെയ്യ്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഓരോ വിലയിൽ വ്യത്യാസം വരുമ്പോൾ അതിൻ്റെ ഗ്രാമിലും ചെറിയ തരത്തിലുള്ള വ്യത്യാസം വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പൊതുവിപണിയിൽ നിന്നും ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങൾക്ക് ഓണം നല്ല രീതിയിൽ ആഘോഷിക്കാനുള്ള ഒരു കിറ്റാണ് ഇപ്പോൾ സപ്ലൈകോ പ്രധാനമായി നൽകുന്നത്. അതായത് ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഒരു കുടക്കീഴിൽ കിട്ടുമെന്ന് നമ്മൾ മലയാളികൾ എക്കാലത്തും പറയുന്നൊരു ഭാഷയുണ്ട്. അതാണ് ഈ സപ്ലൈകോ ഇവിടെ അനർത്ഥമാക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഒരു പൊതു അവധി ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഇവിടെ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ്. അതായത് നമുക്കറിയാം, ഈ കർക്കിടകം പകുതി ആയപ്പോൾ തന്നെ ഓണത്തെ വരവേൽക്കാനായിട്ട് മലയാളികൾ വിപണിയിലേക്ക് ഇറങ്ങുന്ന, അതായത് കടകളിലൊക്കെ പോയി വസ്ത്രങ്ങൾ വാങ്ങുന്നു, ഭക്ഷ്യസാധനങ്ങൾ വാങ്ങുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ പൂക്കളൊക്കെ ശേഖരിച്ച് വയ്ക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നതാണ്. അങ്ങനെ ഇപ്രാവശ്യം ഓണം ഗംഭീരമായി തന്നെ നടത്താനുള്ളൊരു നീക്കം, അത് പൊതുവിപണിയിലടക്കം വലിയ രീതിയിൽ അതിൻ്റെ ഒരു ഉണർവ് ഇപ്പോൾ പ്രകടനമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓണം അടുക്കാറായിരിക്കുകയാണ്. അപ്പോൾ മലയാളികൾക്ക് ഓണം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഉത്സവമാണ്. അപ്പോൾ മലയാളികൾക്ക് ഒരു കൈത്താങ് എന്ന നിലയിലേക്ക് സപ്ലൈകോ പൊതുവിപണിയിൽ നിന്നും വളരെ വില കുറച്ച രീതിയിൽ മലയാളികൾ കൊടുക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ സാധനങ്ങൾക്കാണ് കൂടുതലായിട്ട് മുൻഗണന നൽകുന്നത്? 13 സബ്സിഡി സാധനങ്ങൾ പൊതുവെ ഇപ്പം നിലവിലുണ്ട്. അതിനുപരിയായിട്ട് മുന്തിയ കമ്പനികളുടെ സാധനങ്ങളെല്ലാം വളരെ ഓഫറിൻ്റെ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതായത് ഹിന്ദുസ്ഥാൻ ലിവർ, ലിമാർ, ഇങ്ങനെയുള്ള കമ്പനികളെല്ലാം സ്പെഷ്യൽ ഓഫർ പ്രദാനം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് പുറമെ 1250 രൂപ വിലയുള്ള സാധനങ്ങൾ ഉൾപ്പെട്ട കിറ്റ് 1000 രൂപയ്ക്കും, പിന്നെ 1850 രൂപ വിലയുള്ള സാധനം 1500 രൂപയ്ക്ക്, പിന്നെ 2540 രൂപ വിലയുള്ള സാധനങ്ങൾ 2000 രൂപയ്ക്കും, തിരുവോണം കിറ്റ്, ഉത്രാടം കിറ്റ്, അത്തം കിറ്റ്, അപ്പോൾ ഇങ്ങനെ വിവിധ രീതിയിലുള്ള സാധനങ്ങൾ, അത് എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിയുള്ളതാണ്. അത്തം കിറ്റ് അതാണ് 1250 രൂപയ്ക്കുള്ള 1000 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ സപ്ലൈകോയെ സംബന്ധിച്ചിടത്തോളം ശബരിയുടെ ഉൽപ്പന്നങ്ങളാണ് കൂടുതലായിട്ട് എടുക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യമാണോ മറ്റ് കമ്പനിയുടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു നീക്കം? ഇല്ല, നേരത്തെയും ഉണ്ട്. എന്തായാലും ശബരി ഇപ്പോൾ ഒരു ജനങ്ങളുടെ ഇടയിൽ വിശ്വാസാർജിച്ച ഒരു സാധനമായി മാറി. അപ്പോൾ ഈ സാധാരണ നമ്മൾ സപ്ലൈകോയിൽ പോകുമ്പോൾ റേഷൻ കാർഡ് കൊണ്ടുപോയി ചില സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരുള്ളൂ, സബ്സിഡി. അപ്പോൾ ഇവിടെ വരുമ്പോഴും അങ്ങനെ റേഷൻ കാർഡ് കൊണ്ടുവരണം. സബ്സിഡി സാധനങ്ങൾക്ക് റേഷൻ കാർഡ് ഇപ്പോഴും നിർബന്ധമാണ്. സബ്സിഡി അല്ലാത്തത് സാധാരണ ആവശ്യം പോലെ എടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി കുറവായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ സബ്സിഡി ഉണ്ട്, കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ് എല്ലാം വരുന്നത്. നമ്മളിവിടെ 10-30 വർഷമായിട്ട് എല്ലാ വർഷവും അമ്മയുടെ ചെറിയ കാലം മുതൽ വരെയാണ്. ഇപ്പം അടുത്ത തലമുറയായിട്ട് ഞാൻ പറഞ്ഞു, ഇനി അടുത്ത എൻ്റെ മോള് കണ്ടിട്ട് മോളും വരും. ഇപ്പോൾ പൊതുവിപണിയിൽ കാട്ടി കുറവായിട്ടാണ് കിട്ടുന്നത്. കുറവാണ്. നമ്മൾ മാസ സാധനം വാങ്ങിക്കുന്നത് ഒരു 4 സാധനം എടുക്കപ്പോഴേ 1000 രൂപയാവും.
ഇതിപ്പോൾ ഇത്രയും സാധനം വാങ്ങിച്ചിട്ട് എനിക്ക് 5000 രൂപയുടെ ബില്ലേ ആയുള്ളൂ. എല്ലാം A to Z വാങ്ങിയായിരുന്നു. കുഴപ്പമില്ല. ഇപ്പം ശബരിയുടെ പ്രോഡക്റ്റ് മാത്രമല്ലാതെ മറ്റ് പുതിയ കമ്പനി ശബരി മാത്രമല്ല മറ്റു പ്രോഡക്റ്റിനും ഇവർ വാല്യൂ കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ നല്ല ഓഫർ തന്നെ. അതിലും ഓഫർ ഇട്ടിട്ടുണ്ട്. കമ്പനി ഓണം പ്രമാണിച്ച് എല്ലാവരും ഓഫർ ഇട്ടിട്ടുണ്ട്. നമ്മൾ നോക്കി തന്നെയാണ് എല്ലാം എടുത്തിട്ടുള്ളത്. താങ്ക്സ്. ഹാപ്പി ഓണം. സപ്ലൈകോ ഇപ്പോൾ ശബരി ഉത്പന്നങ്ങൾക്ക് മാത്രമല്ല മറ്റ് പുതിയ കമ്പനികൾക്കും കൂടിയുള്ള ഒരു അവസരം സപ്ലൈകോ ഇപ്പോൾ നൽകുന്നുണ്ട്. കാരണം നമുക്കറിയാം ഈ ഓണം ഫെയറൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഡിവോണിൻ്റെ കോറിഡോർ പൗഡർ ഉണ്ട്, അതോടൊപ്പം തന്നെ ഈസ്റ്റേണിൻ്റെ ഉണ്ട്. സാധാരണഗതിയിലൊക്കെ നമുക്ക് സപ്ലൈകോയിൽ പോയി കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് അപൂർവങ്ങളിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. കാരണം ഈ ശബരിയുടെ ഒരു ഉത്പന്നങ്ങൾ ആണ് കൂടുതലായിട്ട് ജനങ്ങൾ എടുക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ് സപ്ലൈകോ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. കാരണം ശബരി എന്നൊരു ലേബൽ ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസ്യത സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓണത്തിന് മറ്റുള്ള കമ്പനികൾക്കും കൂടി മറ്റുള്ള ഇപ്പം ഈ കറി പൗഡർ ആയിരുന്നാലും അതോടൊപ്പം തന്നെ മുളക് പൊടി ആയിരുന്നാലും അരി ആയിരുന്നാലും ഉൾപ്പെടെയുള്ള ഇപ്പോൾ പിക്കിൾസ് അച്ചാറിനായിരുന്നാലും ശരി ഇതിൻ്റെ മറ്റുള്ള കമ്പനികൾക്കും കൂടെ സപ്ലൈകോയിലേക്ക് ഒരു അവസരം കൂടെയാണ് ഇപ്പോൾ സർക്കാർ നൽകുന്നത്. അത് ഓണം കഴിഞ്ഞാലും അത് അവർക്ക് വലിയ രീതിയിലുള്ള ഒരു ഉപകാരമായി ജനങ്ങൾക്കും വലിയ രീതിയിലുള്ള ഒരു ഉപകാരമായി മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.